ഇന്നെന്തായാലും ഒന്നാം തീയതി കഴിഞ്ഞു പോയല്ലോ. ഇന്നിപ്പോൾ എന്തായാലും വേണ്ട, നാളത്തോട് തുടങ്ങാം. അപ്പം ഉണ്ടല്ലോ, ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ I'm going to start a 30 days challenge. Challenge in the sense, എനിക്ക് പെട്ടെന്ന് അങ്ങനത്തെ ഒരു ബോധോദയം ഉണ്ടായെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ ഹെയർ വാഷിംഗ് ഡേ ആയിരുന്നു. വാഷ് ചെയ്തപ്പോൾ ഒത്തിരി മുടി പോയി എന്ന് വെച്ചാൽ യു കാണ്ട് ഈവൻ ഇമാജിൻ എത്ര മുടി പോയി എന്ന്, അത്രയും പോയി. എൻ്റെ ഹെയർ വാഷിംഗ് ഡേയിൽ സ്വസ്ഥത പോകുന്ന ഒരാളുണ്ട്, കുഞ്ഞു. മുടി ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാവും. പിന്നെ കുഞ്ഞു മുടി പോയിടാ എന്ന് പറഞ്ഞാൽ അവൻ സ്വസ്ഥത കൊടുക്കില്ല. വെള്ളം കൂടി അത്ര പോരാ, എല്ലാം ഒന്ന് ശരിയാക്കാനുണ്ട്. സോ ഐ തോട്ട് നമുക്കതൊരു ചലഞ്ചായിട്ട് എടുക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെയ്യുമല്ലോ. ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാവുകയാണേ, ഈ വണ്ടി കാരണം. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് ആലോചിക്കുക. ഓക്കെ, കുഞ്ഞിലോട്ട് അറിയാത്തവർക്കറിയാം എനിക്ക് ഭയങ്കര തിക്കുള്ള മുടിയായിരുന്നു. ഇപ്പം ഈ കാണുന്ന പ്രഹസനം മാത്രമേ ഉള്ളൂ. എല്ലാം പാളി സൈലോറൻസേ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മറന്നു പോകണ്ടെന്ന് കരുതി. മെയിൻലി ഒരു 10 കാര്യങ്ങൾ. ഓക്കെ, ഒരു 2 to 3 ലിറ്റർ വാട്ടർ. എൻ്റെ വാട്ടർ കൺസപ്ഷൻ ഭയങ്കര ശോകമാണ്. ഞാൻ കുഞ്ഞുകൂടെ ഏറ്റവും കൂടുതൽ ഇടി പിടിക്കുന്നതും അതിനാണ്. ഒരു 8,000 to 10,000 സ്റ്റെപ്സിൻ്റെ ഡേ നടക്കാം. ഓഫ്കോഴ്സ് ഡ്യൂട്ടിയിൽ എന്തായാലും നടക്കും. ഓക്കെ, ഒരു 30 minutes എക്സസൈസ്. ഞാൻ എക്സസൈസ് നേരത്തെയൊക്കെ കുറച്ചൊക്കെ ചെയ്തിരുന്നെങ്കിലും, ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്തിരുന്നെങ്കിലും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തു. നോ ഷുഗർ. കുറേ നാളുകൊണ്ട് ട്രൈ ചെയ്യുവാണ് ഷുഗർ. ഇപ്പോൾ കോഫിയിലും ചായയിലുള്ള ഷുഗർ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ ബേക്കറി ഐറ്റംസ് ഒന്നും അങ്ങനെ കഴിക്കാറില്ല. പിന്നെ ഇടയ്ക്ക് ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് കട്ട് ചെയ്തു. പിന്നെ പ്രോട്ടീൻ എവരിഡേ മീല്, മുട്ട എന്തായാലും കാണും, പയറോ അങ്ങനെ എന്തായാലും ഒരു പ്രോട്ടീൻ മുടിക്ക് വേണമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചു. 1 fruit a day. ഒരു പഴമോ ആപ്പിളോ, ആപ്പിൾ എനിക്ക് ഇഷ്ടമല്ല, എന്നാലും എന്തെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ ഡേ. നോ ജങ്ക് ഫുഡ്. അങ്ങനെ ഞാൻ ജങ്ക് ഫുഡ് കഴിക്കാറില്ല. പിന്നെ കഴിക്കുന്ന വല്ലപ്പോഴും ഒരു മന്തി, ഇപ്പോൾ സാലറി ഡേയിലായിരിക്കും കഴിക്കുക. പിന്നെ എനിക്ക് കുഞ്ഞും ചിലപ്പോൾ ഒരു മൂഡ് തോന്നുമ്പോൾ കഴിക്കും. അപ്പോൾ അതങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു. അവൻ തലകറങ്ങാതെ തോന്നിയായിരുന്നു കാണുമ്പോൾ. 7 to 8 hours സ്ലീപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഇതങ്ങോട്ട് അത്ര വലിയ പ്രാബല്യത്തിൽ വരില്ല. അല്ലെങ്കിൽ ഡേ ഡ്യൂട്ടി സമയത്ത് ചെയ്യാം. ഞങ്ങൾ ഭയങ്കര ലേറ്റാണ് കിടക്കുന്നത്. 1 o'clock ഒക്കെ ആവും ഞാൻ കുഞ്ഞു കിടക്കുമ്പോൾ. അതങ്ങോട്ട് മാറ്റണം. പിന്നെ വായന, അറ്റ്ലീസ്റ്റ് 10 pages വായിക്കണം എന്നുള്ളത് ഓരോ ഡേയിലും. 10ാമത്തേന്ന് വെച്ചാൽ സെൽഫ് കെയർ ആൻഡ് സെൽഫ് ലവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്നെ തന്നെ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ കാണുന്ന ഇതുപോലെ ഉണ്ടാവില്ല ലാസ്റ്റ് ആകുമ്പോൾ. ഞാൻ എന്തിനാ നിൽക്കുന്ന ലേറ്റായി. കാവാണി നല്ല കാവാണി ചേരും നല്ല എനിക്ക് സത്യം വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നേ. എല്ലാം കൂടി വെച്ചിട്ട് വെറുതെ എന്നെ തന്നെ ബോറടിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാ. ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ഇത് ഇത്ര ഇല്ല കേട്ടോ. ഇൻസ്റ്റയുടെ ഈ ഒരു ഫിൽറ്ററിൽ വന്നുകൊണ്ട് ഇങ്ങനെ തോന്നുക ഓവറായിട്ട്. ഇത്രയൊന്നും ഇല്ല. മുടി കെട്ടട്ടെ. ഒരു പാട്ട് പാടാം. ചെയ്യാനില്ല. ഏറ്റവും ദേഷ്യം വന്ന കാര്യം എൻ്റെ സമയം പോകുന്ന കാര്യം ഇടാം. എൻ്റെ സമയം പോകുന്നു കുട്ടികളെ. സൈഡ് കുത്താം. അപ്പം ശരി ഉണ്ടോ, വൃത്തികെട്ട കുരു. പെയിനായിരുന്നു കേട്ടോ വന്നപ്പോൾ. അങ്ങനെ സെറ്റായി. ബൈ. അപ്പം നമുക്ക് നാളെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് I will update you. ഓക്കെ, ബൈ. ഒരു കാര്യം പറയാൻ മറന്നുപോയേ. ഷുഗർ കട്ട് ചെയ്യുന്ന പറയുമ്പോൾ സന്തോഷമാണെന്ന് കുറച്ച് പേരുണ്ട് കേട്ടോ. സന്തോഷം ഇൻ ദ സെൻസ് ഒരു ഇൻസിഡൻറ്റ് പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. എല്ലാവർക്കും കൊടുക്കുന്ന കൂടെ എനിക്ക് നൈറ്റ് അല്ലേ, അപ്പം നൈറ്റ് ഡ്യൂട്ടിക്കാർക്കെന്ന് പറഞ്ഞിട്ട് മഞ്ച് വെച്ചിരുന്നു. എനിക്ക് അപ്പോൾ ഒരാളെന്നെ വിളിച്ചിട്ട് ചോദിക്കുള്ള നിമ്മി, ചേച്ചി ഷുഗർ കട്ടല്ലേ, ചേച്ചിയുടെ മഞ്ച് ഞാൻ എടുത്തോട്ടേന്ന് കേട്ടോ. അവൾക്കൊക്കെ സന്തോഷമാവും. നമുക്ക് കാണിച്ചു കൊടുക്കാം ഷുഗർ കട്ടിൻ്റെ ഒരു എഫക്റ്റ്. ഇപ്പം എനിക്ക് എൻ്റെ വെയിറ്റ് 64 point something ആണ്. മന്ത് കഴിയുമ്പം നോക്കണം എത്രത്തോളം എഫക്റ്റീവാണ് ചലഞ്ച്. നടക്കുക നമ്മൾ ഇന്നോട്ട് ചലഞ്ച് തുടങ്ങുമല്ലോ. സോ ബസ് സ്റ്റോപ്പിലോട്ട് ഞാൻ സാധാരണ ഓട്ടോയ്ക്കാണ് പോവാറ്, ഇന്ന് നടന്നു പോവാം.